നോക്കി പോണേ കേട്ടോ. ഓ, നോക്കി പോണേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. നോക്കി 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 പോണേ. അമ്മ അച്ഛനും അനിയത്തിയൊക്കെ പോയിട്ട് വിഷമമായിരിക്കും അല്ലേ? ഇല്ല. പിന്നെ എന്താ മുഖത്തൊരു വാട്ടം? അവൻ ഇപ്പൊ വരും. അവൻ പറഞ്ഞില്ലേ പന്തലുകാരുടെ പൈസയും കൂടെ കൊടുത്തിട്ടേ വരുവുള്ളെന്ന് പറഞ്ഞില്ലേ? അയ്യോ അമ്മ, എനിക്ക് വിഷമമൊന്നും ഇല്ല. ഇല്ലേ? അമ്മ പിന്നെ ഒരു ചായ വെച്ച് തരട്ടെ? ചായ ഒന്നും വേണ്ട, ചായ ഇപ്പൊ നമ്മള് കുടിച്ചതല്ലേ ഉള്ളൂ. വേണ്ടേ? എന്നാ പിന്നെ ചോറ് വേണം മോളെ? അയ്യോ എന്റെ അമ്മേ, കുറച്ചു മുന്നേല്ലേ ഭക്ഷണം കഴിച്ചത്. അച്ഛനും അമ്മയും പോകാൻ നേരത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലേ പോയെ. ഞാനും അവരോട് ഇരുന്നിട്ട് നന്നായിട്ട് കഴിച്ചു. ചോറും വേണ്ടേ? ആ, അപ്പൊ വിശക്കുന്നില്ലേ? ഇല്ല, വിശക്കുന്നില്ല. ആണോ? അപ്പൊ വിഷമവും ഇല്ല, വിശക്കൊന്നും ഇല്ല അല്ലേ? ഇല്ല. ആ. ആ മോളെ, ഇതെന്താ ഇവിടെ നിക്കുന്ന എന്താ? അമ്മ എന്തിയെ? ഞാൻ അതിലേ പോവുമായിരുന്നു. അപ്പൊ മോള് ഇവിടെ നിക്കുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാ. അമ്മ എവിടെ? ഞാനിവിടെ വെറുതെ നിന്നെ ചേച്ചി. അമ്മ അപ്പുറത്തുണ്ട്, വിളിക്കണോ? ആണോ? അമ്മയ്ക്ക് നല്ല സ്നേഹമൊക്കെ ആണോ മോളോട്? ആ, അമ്മയ്ക്ക് നല്ല സ്നേഹം എന്നോട്. പഞ്ച പാവാ. കല്യാണത്തിന് മുമ്പ് നമുക്ക് ഈ അമ്മായിയമ്മ എന്നൊക്കെ പറയുമ്പോ ഒരു ടെൻഷൻ അല്ലേ. പക്ഷെ അമ്മ ഭയങ്കര പാവാട്ടോ. അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് പോയല്ലേ, കൊണ്ടാക്കിയിട്ട് പോയല്ലേ? ആ, അവൻ പോയിട്ട് കുറച്ചു നേരം ആയി പോയിട്ട്. ആ ആ. ആ, അവൻ പുറത്തോട്ട് പോകുന്ന കണ്ടായിരുന്നു. ആണോ? അവനൊരു പാവാ മോളെ. അവനെ +1 കഴിഞ്ഞ് +2 കയറാൻ നിൽക്കുമ്പോൾ അവന്റെ അച്ഛൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് മരിച്ചു പോകുന്നത്. പിന്നെ അവൻ കഷ്ടപ്പെട്ടിട്ട് അമ്മേനെ നോക്കിയത്. അമ്മേനെ അവൻ പൊന്നുപോലെ നോക്കിയത്. പിന്നെ അവൻ പഠിക്കാനൊന്നും പോയില്ല. ഓരോരോ പണികളൊക്കെ ചെയ്ത് അമ്മേനെ പൊന്നുപോലെ നോക്കി. പിന്നെ അവനൊരു ഓട്ടോ ഒക്കെ എടുത്തു. ഇപ്പൊ ഓട്ടോ ഓടിക്കുന്നത്. 5 പൈസ വെറുതെ കളയുകേല. സാധാരണ ഇപ്പത്തെയൊക്കെ പിള്ളേരെ പോലെ കുടിക്കോ വലിക്കോ ഒന്നും ചെയ്യേല. നല്ല ചെറുക്കനാട്ടോ. ഇപ്പൊ എന്റെ മോൻ തന്നെ അവനെ പഠിപ്പിച്ച് തന്നെ എഞ്ചിനീയർ ആക്കിയതാ. ഒരു കാര്യമില്ല. 5 പൈസ വീട്ടിൽ തരികേല കുഞ്ഞ്. അവൻ അവന്റെ കാര്യം നോക്കി കൂട്ടുകാരോടെ അടിച്ചു പൊളിച്ച്, പിന്നെ ഏതാണ്ട് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. കുറെ അതിനും കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുക. അതൊക്കെ വെച്ച് നോക്കുമ്പം നിന്റെ ഭർത്താവ് വളരെ നല്ലവനാ. എനിക്കെല്ലാം അറിയാം ചേച്ചി. ചേട്ടൻ എന്നോട് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും സുജാതേച്ചിന്ന് നീട്ടി വിളിച്ചാ മതി. ആ കാണുന്ന എന്റെ വീട് കേട്ടോ. ആ ആ, വിളിച്ചാ മതി കേട്ടോ. കുറച്ച് തിരക്കുണ്ട്, പോവാ. എന്തുണ്ടെങ്കിലും വിളിച്ചോ കേട്ടോ. ഓ, ആയിക്കോട്ടെ. ആ ആ. മോളെ, രാത്രിയെ അമ്മ പായസം ഉണ്ടാക്കി തരട്ടെ? സേമിയ പായസം. അയ്യോ അമ്മ, പായസോ? ഇന്നാണെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പിന്നെ ഒന്നാമത് വലിയ വിശക്കൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഞാൻ അങ്ങനെ പായസം കുടിക്കാറില്ല അമ്മേ. പ്രത്യേകിച്ച് സേമിയ പായസം. ഭയങ്കര മധുരല്ലേ? ആ ആ. അല്ലെങ്കിൽ നേരാ, രാത്രി പായസം കൊള്ളൂല അല്ലെ? രാത്രി പായസം കള്ളം. പായസം കൊള്ളൂല. ചോറ് മതി, ചോറ്. ചോറാ നല്ലത്. ചോറ് തന്നെ മതി. ചോറ് വെക്കാം. ആ, ജോയേ, ചേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ആ, ചെല്ല് ചെല്ല്, മോൾ പുറത്തോട്ട് ചെല്ല് ചെല്ല്. ഉം. അമ്മ എങ്ങനെയുണ്ടടി? ഇതെന്തിനാ എന്നോട് എല്ലാരും ഇങ്ങനെ അമ്മ എങ്ങനെയുണ്ട്, പാവാണോ, സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നേ? അമ്മ ഒരു പഞ്ച് പാവാന്ന്. എന്നോട് ഭയങ്കര സ്നേഹം. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു വെപ്രാളവാ. എനിക്ക് എന്താ ഉണ്ടാക്കി തരണ്ടേ, എനിക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ഉള്ളൊരു വെപ്രാളവാ. പാവാ. ആ, അല്ലേലും അമ്മയൊരു പാവമാ. അത് നേരാ. എനിക്ക് തോന്നിയായിരുന്നു. അയ്യോ, മടുത്തു മടുത്തു മടുത്തു. ബസ് കാത്തു നിന്ന് 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 മടുത്തു. ഓ, ആ നീല ബസ്സും പച്ച ബസ്സും ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അയ്യോ, അമ്മ ഇത് എവിടെയാ പോയേ? അമ്മ എന്തിയെന്ന് ഓർത്തോ മോള്? ഞാനൊന്ന് കിടന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോ അമ്മേനെ കാണാനുമില്ല. ആ, മോൾ ഉറങ്ങുമായതുകൊണ്ടാണ് അമ്മ വിളിക്കാതെ പോയത്. എഴുന്നേറ്റപ്പോഴത്തേക്ക് ഓടി വരാന്നും പറഞ്ഞ് പോയതാ. പക്ഷെ അങ്ങനെ വേഗം വരാൻ പറ്റിയില്ല മോളെ. അമ്മയെ കക്കൂസിന് അപേക്ഷ കൊടുക്കാൻ പോയതാണേ. കക്കൂസില്. അമ്മ, അതിനിവിടെ 3 ടോയ്ലറ്റ് ഇല്ലേ? ഇനി എന്തിനാ? മോളെ അത് പോരാ മോളെ. ഇനിയിപ്പോ പിള്ളേരൊക്കെ ഉണ്ടായില്ലേ? അവന് 3 പിള്ളേര് വേണമെന്നാ പറഞ്ഞത്. അപ്പൊ 3 പിള്ളേരൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളത് പോരല്ലോ. അതുകൊണ്ടാ അവിടെ പോയത്. എന്നിട്ട് അവരെന്തു പറഞ്ഞു? അവര് കുറേ സാധനങ്ങൾ കൊണ്ട് ചെല്ലണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അമ്മ റേഷൻ കാർഡും ഐഡന്റിറ്റി കാർഡും പിന്നെ ആധാർ കാർഡും ഒക്കെ കൊണ്ടാ പോയത്. പക്ഷെ അവര് പറയുന്നതേ ജാതിയുടെ എന്താണ്ടൊക്കെ സർട്ടിഫിക്കറ്റോ
കുറേ സർട്ടിഫിക്കറ്റിന്റെ പേര് പറഞ്ഞ് അമ്മ എഴുതി മേടിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെന്നാ അവര് പറയുന്നത്. അമ്മ ഓർത്ത് ഇപ്പൊ അപേക്ഷ കൊടുത്താലല്ലേ അന്നേരപ്പത്തേക്കും കിട്ടൂണെന്ന് വിചാരിച്ചാ പോയത്. പക്ഷെ കിട്ടിയാലെന്നാ തോന്നുന്നത്. അമ്മ ഈ ടോയ്ലറ്റ് ഒക്കെ പണിത് കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്കാ, ഇല്ലാത്തവർക്കാണ്. അല്ലാണ്ട് 2-3 ടോയ്ലറ്റ് ഉള്ളവർക്ക് വീണ്ടും കിട്ടുമൊന്നുമില്ല. അതങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ അതിനുള്ള അർഹരാണോ എന്നൊക്കെ നോക്കും. നമുക്കൊന്നും കിട്ടുമൊന്നുമില്ലമ്മേ. എന്നാ പോണ്ടല്ലേ, ഇനി പോണ്ട. ആ പോണ്ട. ആ ആ ആ അതെ, കുടുംബശ്രീയില് നമ്മുടെ സുധയുണ്ട്, സുധ കൊടുത്ത കാര്യം പറഞ്ഞു. അന്നേരമാണ് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി പോയത്. അതാ ഞാനും കൊടുത്തേ. അമ്മ, ആ ചേച്ചി BPL ആയിരിക്കും. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് അവർക്ക് കിട്ടും. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു. അമ്മ കഴിക്കും. കഴിച്ചല്ലേ. ഭക്ഷണം കഴിക്കണേ, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണേ, ഇല്ല ഗ്യാസ് കയറും, ഗ്യാസ്. ഇനി മോളങ്ങനെ ചെയ്യില്ലേ കേട്ടോ. ഇനി ചെയ്യോ അങ്ങനെ? ഇല്ല, ചെയ്യില്ല കേട്ടോ. പേടിക്കണ്ട. അമ്മ വഴക്ക് പറയുന്നല്ല കേട്ടോ, വഴക്ക് പറയുന്നല്ലേ. മുറ്റമൊക്കെ അമ്മ അടിച്ചോളും. മോൾ അടിക്കാനൊന്നും ഇറങ്ങണ്ട കേട്ടോ, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. അതൊക്കെ അമ്മ ചെയ്തോളും. മോക്ക് അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടങ്ങുമല്ലേ. അന്നേരം ക്ഷീണം പിടിക്കും വീട്ടിലെ പണിയൊക്കെ എടുത്താ. ക്ലാസ്സിന് പോക്കോ, കുറേ പഠിച്ചു കേട്ടോ, നല്ലോണം പഠിക്കണം. ജോലി മേടിക്കണം. പണിയൊക്കെ അമ്മ എടുത്തോളും. പണിയൊന്നും എടുക്കില്ല കേട്ടോ. പേടിക്കണ്ട. പേടിക്കണ്ട. ഇതെന്താ, മരുമോളെ പേടിപ്പിക്കുവാണോ? നളിനി, കേറി വാ നളിനി. ഇരിക്ക്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ഞാനേ ചായ വെച്ചോണ്ട് വരാവേ. അയ്യോ എന്റെ പൊന്നി ചേച്ചി, എനിക്ക് ഒന്നും വേണ്ട. ഞാനത് ചായയും കുടിച്ച് പുട്ടും പഴവും കഴിച്ച് വയറ് നിറഞ്ഞു, എന്നിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇനി ഒരു സാധനം എനിക്ക് വേണ്ട. അതിന് നീ വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെ വന്നേന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയാ മതി. നീ എപ്പോ വന്നാലും ഞാൻ ചായ തന്നിട്ടില്ല ഇവിടുന്ന്. പിന്നെ എന്നെ അങ്ങനെ പറയുന്നേ. ചായ വെച്ചോണ്ട് വരാം. ഈ ചേച്ചി ഇങ്ങനെയാണ്, ഞാൻ എപ്പോ വന്നാലും എന്തെങ്കിലും കഴിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാതെ ഇവിടുന്ന് വിടൂല. എന്റെ സ്ഥലത്ത് ആരാണെങ്കിലും ഇങ്ങനെയാ കേട്ടോ. പിന്നെ ചേച്ചിയുടെ ചായക്ക് നല്ല രുചിയാ. ചായ മാത്രമല്ല, ചോറും കറിയും പലഹാരം ഒക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ, എന്തൊരു രുചിയാന്നറിയാമോ. ഈ ഭാഗത്ത് ഇത്രയും കൈപ്പുണ്യമുള്ള വേറെ ആരും ഇല്ല. പിന്നെ മോളെ, എന്റെ പേര് നളിനിന്നൊന്നും അല്ല കേട്ടോ, നന്ദിതാന്നാ. പിന്നെ ചേച്ചി അങ്ങനെ വിളിക്കൂല, നളിനിന്നേ വിളിക്കുള്ളൂ. പിന്നെ ഞാനും ഓർത്ത് അങ്ങനെ അങ്ങ് വിളിച്ചോട്ടെ എന്ന്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ആരോടെങ്കിലും. പിന്നെ അമ്മയുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ ഒരു നോർമൽ അല്ലാതെ പെരുമാറുന്ന പോലെ. എന്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, അപ്പൊ മോക്കൊന്നും അറിയത്തില്ലേ? ഇല്ല. മോളെ, ചേച്ചിക്ക് ചെറുതായിട്ട് മാനസിക രോഗമുണ്ട്. അങ്ങനെ പേടിക്കേണ്ട രീതിയിലൊന്നുമല്ല. ചേച്ചിയുടെ ഭർത്താവ് മരിച്ചതൊരു ഷോക്കാ. പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഉള്ള ഷോക്കിൽ നിന്ന് ഉണ്ടായതാ. അവൻ കുറെ ചികിത്സയൊക്കെ ചെയ്തതാ, പക്ഷെ അതങ്ങനെ ശരിയായില്ല. എന്ന് വെച്ചിട്ട് മോള് പേടിക്കൊന്നും വേണ്ട. ഒരു ഉപദ്രവവും ഇല്ല. ഓവർ സ്നേഹം കാണിക്കുന്നേ ഉള്ളൂ. ആരെയും ഉപദ്രവിക്കും ഒന്നും ചെയ്യൂല. അവന്റെ കല്യാണം ഈ ഒരു കാരണം കൊണ്ട് നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അറിയിക്കാതെ കല്യാണം നടത്തിയതേ. ദൈവമേ, മോള് അറിഞ്ഞെന്ന് വിചാരിച്ച് അവനെ ഉപേക്ഷിച്ചൊന്നും പോകുകയൊന്നും ചെയ്തേക്കരുതേ. കാരണം ഇതുപോലൊരു അമ്മായിയമ്മേനെ ആർക്കും കിട്ടൂല. അത്രയും സ്നേഹമാണ് ചേച്ചിക്ക്. ചെറിയൊരു പ്രശ്നം, അത് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ മോളെ, ചേച്ചി ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയുള്ളൂ. അത്ര സ്നേഹമായിരുന്നു ചേച്ചിയും ചേച്ചീന്റെ ഭർത്താവും തമ്മിലേ. എന്താ പറയാ, എല്ലാവർക്കും കുശുമ്പ് തോന്നുന്ന രീതിയിൽ അത്രയും നല്ലൊരു ദാമ്പത്യമായിരുന്നു അവരുടെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ജീവൻ പോയി എന്ന് കേട്ടപ്പം ചേച്ചി ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഏതായാലും മോള് നല്ല സ്നേഹമുള്ള 2 പേരുടെ അടുത്താ വന്നേക്കുന്നത്. അത്രയും കരുതിയാ മതി. എന്താടി പറ്റിയേ? നിങ്ങൾ എന്നെ പറ്റിച്ചിട്ടാണ് കല്യാണം കഴിച്ചതല്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ലാന്നുള്ള കാര്യം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നടക്കൂലല്ലോ അല്ലേ? പറയാതെ കല്യാണം നടത്തി. നിങ്ങൾ എന്തു വലിയ തെറ്റാ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്തെന്നറിയാവോ? നാട്ടുകാർ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ വേണ്ടിട്ട്. കൊള്ളാം. എനിക്ക് ആദ്യം ഒരു ഡൗട്ട് തോന്നിയായിരുന്നു, പിന്നെ എന്റെ തോന്നലായിരിക്കും ഞാൻ വിചാരിച്ചത്. എടി, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു മാനസിക രോഗിയല്ല അമ്മ. എന്തായാലും കാര്യങ്ങൾ തുറന്നു പറയണം, അല്ലെങ്കിൽ അത് ചീറ്റിങ് തന്നെയാണ്. ഇത് നല്ല രീതിയിൽ ഞങ്ങൾ ചീറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പേടിച്ചു പോയാ? എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും
വീട്ടിൽ വന്ന് നിന്നു. ഇപ്പൊ പിന്നെ ഡിവോഴ്സും ആയി. അമ്മായിയമ്മ ടീച്ചറായിരുന്നു. വെറും ടീച്ചറല്ല, ഒരു സ്കൂളിലെ എച്ച് എം ആയിരുന്നു. അവരുടെ ചിട്ടയും ഭരണവും ടോർച്ചറിങ് താങ്ങാൻ പറ്റാണ്ടാണ് ചേച്ചി തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ആളുടെ ക്വാളിറ്റിയും അവസ്ഥ എന്താന്നുള്ളതല്ല, മനുഷ്യനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സാ വേണ്ടത്. അത് അമ്മയ്ക്ക് നല്ലോണം ഉണ്ട്. എന്നെ അമ്മ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. അതെനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ട് പേടിക്കണ്ട. ഉഫ്, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. ഇപ്പോഴാ എനിക്ക് ഉം. സമാധാനമായേ. മനസ്സിന്റെ സമനിലയൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും തെറ്റാം. ശരീരത്തിനെ ബാധിക്കുന്നത് തന്നെ അമ്മയുടെ അസുഖം അമ്മയുടെ മനസ്സിനാന്നേ ഉള്ളൂ. സാരമില്ല.